ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദി ഇലിസ്ട്രേഷൻ ഗിവൺ ബിലോ. താഴെ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. റൈറ്റ് ദി സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. ഇവിടെ നോക്കിക്കേ, ബോക്സിൽ സോയിൽ എന്ന് നൽകിയിട്ടുണ്ട്, നെക്സ്റ്റ് ബോക്സിൽ ഡ്രാഗൺ ഫ്ലൈയും എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സ് എന്നും അല്ലേ. അപ്പം നോൺ ലിവിങ് തിങ്സ് നമ്മൾ എവിടെ എഴുതുക? സോയിൽ എന്ന കോളത്തിന് മുകളിലായിട്ട് നമുക്ക് എന്ത് എഴുതാം? നോൺ ലിവിങ് തിങ്സ് എന്ന് എഴുതാം അല്ലേ. നോൺ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എന്ന് എഴുതി കൊടുക്കാം. ദെൻ ഇതേതായിരിക്കും? അതെ, ലിവിങ് തിങ്സ് അല്ലേ. ലിവിങ് തിങ്സ്. ഓക്കെ, സോയിലുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? വാട്ടർ എഴുതാലോ. ചിത്രത്തിൽ നോക്കിക്കോ, വാട്ടർ ഉണ്ട്. ദെൻ റോക്ക് എഴുതാം അല്ലേ. റോക്കും എന്താണ്? നോൺ ലിവിങ് തിങ്സ് അല്ലേ. ഓക്കെ, ലിവിങ് തിങ്സ് ഒരുപാടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് ക്രെയിനും എഴുതാം, ഫ്രോഗും എഴുതാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ. അപ്പോൾ നമുക്ക് പിക്ചറിൽ ഒരുപാട് ഓർഗാനിസം ഉണ്ടല്ലേ. അപ്പോൾ അവയെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്നിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുഡ് കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ ദ ഫുഡ് കാർഡ് എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ. അപ്പോൾ നമുക്ക് ഫുഡ് കാർഡ് ക്രെയിനിനെ കുറിച്ചിട്ട് എഴുതിയാലോ. ഓക്കെ, നമുക്ക് എഴുതാം. ഓക്കെ, ഫുഡ് കാർഡ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോക്സ് വരയ്ക്കുക നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫുഡ് കാർഡ് എന്ന് എഴുതുക. നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? ക്രിയേച്ചർ എന്നാണല്ലേ എഴുതേണ്ടത്. എന്ത് എഴുതാം നമുക്ക്? ക്രിയേച്ചർ. ക്രിയേച്ചർ നമ്മൾ ഏതിനെ കുറിച്ചിട്ട് എഴുതുന്നത്? ക്രെയിനിനെ കുറിച്ചിട്ടല്ലേ. ഇപ്പം ക്രെയിൻ എന്ന് എഴുതുക. നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതും? ഫുഡ് അല്ലേ. ഫുഡ് എഴുതി കൊടുക്കാം. സ്മോൾ ഫിഷസ്. പിന്നെ എന്ത് എഴുതാം? ഗ്രാസ് ഹോപ്പർ എഴുതാം. സ്മോൾ ക്രിയേച്ചേഴ്സ് ഒക്കെ എഴുതാം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു ഫുഡ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രെയിനിൻ്റെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ മതി. ഓക്കെ, എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒന്നിൻ്റെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം അല്ലേ. മോസ്കിറ്റോസ് ബേർഡ് ഇൻ ദ സ്നാഗ്ഡ് വാട്ടർ ആൻഡ് ഡിസ്കാർഡഡ് ദ ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽ ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. എ സിറ്റുവേഷൻ വിച്ച് മോസ്കിറ്റോസ് breed is given above. Write any similar situation which two vectors breed. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? 2 വെക്ടേഴ്സ് ബ്രീഡിന് സിറ്റുവേഷൻ ഇൻ വിച്ച് മോസ്കിറ്റോസ് ബ്രീഡ് ഈസ് ഗിവൺ എബോവ്. മോസ്കിറ്റോസിൻ്റെ ബ്രീഡ് ഉണ്ടാകുന്നതിന് എങ്ങനെയൊക്കെയാണെന്നാലേ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? നമുക്കറിയാം, ഡിസ്കാർഡിലായാലും ബോട്ടിൽസ്, അതുപോലെ തന്നെ കോക്കനട്ട് ഷെല്ലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിൽ കൊതുക് മുട്ടയിട്ട് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻ വിച്ച് 2 വെക്ടേഴ്സ് ബ്രീഡ്. അപ്പോൾ ഇതുപോലുള്ളതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇതേപോലെ ജീവികൾ ഉണ്ടാവുന്നത്? റാറ്റും ഉണ്ടാവുന്നുണ്ട്, ഹൗസ് ഫ്ലൈ എഴുതാം അല്ലേ. നമുക്ക് റാറ്റ്, ഹൗസ് ഫ്ലൈ. Okay, then write 2 precautions to avoid mosquito bite. മോസ്കിറ്റോ ബൈറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന 2 പ്രിക്വേഷൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 2 മുൻകരുതലുകൾ. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? യെസ്, കീപ് doors and windows closed in the evening അല്ലേ. വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യുക? വിൻഡോസും ഡോഴ്സൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക അല്ലേ. വിൻഡോസ് ഇൻ ദ ഈവനിങ്. then എന്ത് ചെയ്യാം? യൂസ് മോസ്കിറ്റോ
ബാറ്റ്സ് അല്ലേ. യൂസ് മോസ്കിറ്റോ ബാറ്റ്സ് എഴുതാം നമുക്ക്. യൂസ് മോസ്കിറ്റോ ബാറ്റ്സ് എഴുതാം അല്ലേ. എന്തുപയോഗിക്കാം? മോസ്കിറ്റോ ബാറ്റ്സ് ഉപയോഗിക്കുക. യെസ്, കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ് അല്ലേ. ക്ലോസ്ഡ് in the evening. Okay, the keeps doors and windows closed in the evening. Then second one നമുക്ക് എന്ത് എഴുതാം? യൂസ് മോസ്കിറ്റോ ബാറ്റ്സ് അല്ലേ. മോസ്കിറ്റോ ബാറ്റ്സ് ഉപയോഗിക്കുക. Okay, the next look at the statement related to transmission of diseases given below. Choose the right ones. റൈറ്റ് ആയിട്ടുള്ളത് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ട്രാൻസിഷൻ ഓഫ് ഡിസീസസ്, രോഗങ്ങൾ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യാപിക്കുന്ന, അതായത് രോഗങ്ങൾ വ്യാപിക്കുന്നതിനായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചൂസ് ദ റൈറ്റ് വൺസ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ട്യൂബർക്കുലോസിസ് ഇൻ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. അതായത് വായുവിലൂടെ വ്യാപിക്കുന്ന രോഗമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. ദെൻ വോം ഡിസീസസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ്. ദെൻ ലെപ്രസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ദെൻ ഡെങ്കു ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലേ. അതുപോലെ തന്നെ ലെപ്രസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ആണല്ലേ. ലെപ്രസി എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സ് വഴിയാണല്ലേ. ഓക്കെ, ലെപ്രസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അപ്പം 1ഉം 3യുമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. 1 and 3 ആർ കറക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. ഇവിടെ നമുക്കൊരു ഫുഡ് വെബ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ ഇതുപോലത്തെ ഫുഡ് വെബ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫുഡ് വെബ് ഇവിടെ നൽകിയിട്ടുണ്ട്. റൈറ്റ് എനി ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ എബോവ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഒരുപാട് എണ്ണം ഉണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. റൈറ്റ് എനി ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ എബോവ്. മുകളിൽ തന്നിട്ടുള്ള എന്ത് ചെയ്യുക? ഫുഡ് വെബിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫുഡ് ചെയിൻ എഴുതാം. നമുക്ക് ഏതെഴുതാം? നമുക്ക് എഴുതാം ഗ്രാസ്, ദെൻ ഫ്രോഗ്. എനിക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. സ്നേക്ക്, ദെൻ വൾച്ചർ എഴുതാം അല്ലേ. അതുപോലെ തന്നെ പ്ലാന്റ്, ഫോം, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതാം. ദെൻ വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ലിങ്ക് ഏതായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? നമുക്കറിയാം ഏതാണ്. പ്ലാന്റ് ആണല്ലേ. പ്ലാന്റ് അല്ലേ. പ്ലാന്റ് അല്ലേ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ്ഡ് ടു ദ എൻവയോൺമെന്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ ഹിയർ. അപ്പോൾ ഈ തന്നിട്ടുള്ള ഫുഡ് വെബിൽ ഈ പാമ്പുണ്ടല്ലോ, സ്നേക്ക് എന്ത് ചെയ്യാണ്? ഡിസപ്പിയർ ചെയ്യാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും പരിസ്ഥിതിയിൽ ഉണ്ടാവുക എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഈ സ്നേക്ക് ഗെറ്റ് ഡിസപ്പിയർ, ഫ്രോഗ് ആൻഡ് റാറ്റ് ഗെറ്റ് സ്പ്രെഡ് അല്ലേ. ഇത് നമ്മുടെ സ്നേക്ക് ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്രോഗിൻ്റെയും റാറ്റിൻ്റെ ഒക്കെ എണ്ണം കൂടും അല്ലേ. ആൾസോ വൾച്ചർ ഗെറ്റ് ഡിസപ്പിയർ. അതുപോലെ തന്നെ വൾച്ചറും എന്തായി തീരും? ഡിസപ്പിയർ ആവും അല്ലേ. അപ്പോൾ റാറ്റ്, ഫ്രോഗ് ഫേസ് ഷോർട്ടേജ് ഓഫ് ഫുഡ് അല്ലേ. അതുപോലെ തന്നെ റാറ്റും ഫ്രോഗിനൊക്കെ എന്താണ്? ഫുഡിന് ഷോർട്ടേജ് വരും അല്ലേ. അപ്പം നമുക്ക് ആൻസർ എഴുതാം. If snake get disappear, if snake get disappear, frog and rat get spread അല്ലേ. rat get spread. Then also vulture get disappear. Then rat, frog face shortage of food അല്ലേ. face
ഷോർട്ടേജ് ഓഫ് ഫുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ നമുക്ക്. ആക്ടിവിറ്റി 4 എന്താണെന്ന് നോക്കിയാലോ. ആക്ടിവിറ്റി 4 ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് ഗിവൺ ഇൻ ദ പിക്ചർ. ഇവിടെ തന്നിട്ടുള്ള ആ പ്ലാന്റിൽ അതിൻ്റെ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ടു അതർ പ്ലാന്റ്സ് ഇൻ വിച്ച് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ. ഇതേ മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള മറ്റ് രണ്ട് പ്ലാന്റ്സിൻ്റെ പേര് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള നമുക്ക് ഏതൊക്കെ എഴുതാം. തുളസി, തെച്ചി, ഗ്വാവ, ഇവയുടെയൊക്കെ ഇലകൾ ഇങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് എഴുതാം. തുളസി. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്, വേറെ അറിയാവുന്നത് എഴുതുക. ഇവിടെ കൊടുക്കുന്നത് തുളസി, തെച്ചി, ഗ്വാവ. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്. വാട്ട് അഡ്വാൻറ്റേജസ് ഡു ദ പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് എൻ അറേഞ്ച്മെൻറ്റ്. ഈ കളറിൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പ്ലാന്റ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, സസ്യങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അല്ലേ. എന്താണ്. യെസ്, ദേ റിസീവ് മാക്സിമം സൺലൈറ്റ് അവർക്ക് കിട്ടും അല്ലേ. they receive maximum sunlight. മാക്സിമം സൺലൈറ്റ് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഈ ഇലകളുടെ അറേഞ്ച്മെൻറ്റ് കാരണം സസ്യങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തെഴുതാം. യെസ്, ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The illustration given below indicates the components needed for photosynthesis. Identify. ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള കോമ്പോണൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്താ കൂട്ടുകാരെ വരിക. സൺലൈറ്റ് ആണ് അല്ലേ. എ എന്താണ്. സൺലൈറ്റ്. ദെൻ ബി എന്താ വരിക. യെസ്, ഓക്സിജൻ ആണല്ലേ. ബി ഇവിടെ ഓക്സിജൻ എഴുതി കൊടുക്കാം. ദെൻ ഡി എന്താണ്. ഇത് നോക്കിക്കേ, ഇത് എന്താ വരിക. വാട്ടർ ആൻഡ് മിനറൽസ് അല്ലേ. വാട്ടർ ആൻഡ് മിനറൽസ്. ദെൻ നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ നന്നായി പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരിക. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക.